ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പരാജയത്തെ, ലോക്സഭാ പരാജയത്തെ CPM-ൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് സൂചിപ്പിക്കുന്നതിൽ ഒരു കാരണം ജാതി വർഗീയ സംഘടനകൾ ഇവർക്കെതിരെ തിരിഞ്ഞു, അതാണൊന്നാണ്. അതിൽ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ പാർട്ടിക്ക് നഷ്ടമായി, അത് BJP-യിലേക്ക് മറിഞ്ഞു. SNDP-യുടെ നീക്കങ്ങളൊക്കെ വളരെ ദുരൂഹമാണ്, അവരെ തടയണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ? അല്ല, SNDP എന്ന് പറയുന്ന സംഘടന, അതായത് ആ ഒരു ജാതി പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന എന്നതിലപ്പുറത്തേക്കുള്ള ഒരു വലിയ കാഴ്ചപ്പാടുള്ളൊരു പ്രസ്ഥാനം എക്കാലത്തും CPM-നെതിരായിരുന്നു. ഇപ്പോഴൊന്നുമല്ല, ഈഴവർ CPM-നെതിരായിരുന്നോ? ഈഴവർ CPM-നെതിരല്ല, SNDP എപ്പോഴും എതിരായിരുന്നു. SNDP പറഞ്ഞാലല്ല ഈഴവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ SNDP ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ അതിൽ നിൽക്കുമെന്നല്ലാണ്ട് ഈ ഈഴവരായിട്ടുള്ള ആളുകൾ എപ്പോഴും CPM-ൻ്റെ ആളുകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്, നിലനിന്നിരുന്നത്. അത് മാറ്റം വന്നു തുടങ്ങിയത് 80കളിലാണ് ഈഴവർ CPM-ൽ നിന്ന് അകലാൻ തുടങ്ങിയത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടത്. 87 കാലഘട്ടത്തിൽ കോട്ടയത്ത് CPM-ൻ്റെ കോട്ടയായിട്ട് അറിയപ്പെട്ടിരുന്ന കാരാപ്പുഴ പ്രദേശത്ത് RSSൻ്റെ ശാഖ ആരംഭിച്ചു. ശാഖ അതിനു മുമ്പ് അവിടെ കുറച്ച് RSSകാരൊക്കെ ഉണ്ട്, അത് നായന്മാരായിട്ടുള്ള ആളുകളാണ്, അവർ മാത്രമേ RSSലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് വലിയൊരു വിഭാഗം ഈഴവ ജനത CPM വിട്ടിട്ട് RSSൽ ചേർന്നിട്ട് അവിടെ ശാഖ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഈ SNDP നേതൃത്വത്തിൻ്റെ എല്ലാ പിന്തുണയും അവർക്കുണ്ടായിരുന്നു ഈ RSSൻ്റെ ശാഖ തുടങ്ങാൻ വേണ്ടി. SNDPയുടെ നേതൃത്വത്തിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും SNDP CPM-നെതിരായിട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് CPM ഔദ്യോഗികമായിട്ട് തന്നെ SNDPയെ കൂടെ നിർത്താൻ കളികൾ തുടങ്ങിയിട്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് SNDPയുടെ പ്രാദേശികമായ ശാഖാ യോഗങ്ങളെ തിരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ കാരാപ്പുഴ പ്രദേശത്തെ SNDPയുടെ ഭാരവാഹികളെ, അന്നുവരെ SNDPയുടെ ഭാരവാഹിത്വത്തിൽ CPM-കാർ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് നിലപാട് മാറ്റിയിട്ട് പാർട്ടി അംഗങ്ങൾ SNDPയിൽ പ്രവർത്തിക്കുക, അതിൻ്റെ ശാഖാ യോഗത്തിൻ്റെ ഭാരവാഹികളായിട്ട് അവർ കടന്നു വരിക, അങ്ങനെ SNDP നേതൃത്വത്തെ തന്നെ പിടിച്ചെടുക്കുക. അതിൻ്റെ സൂത്രധാരൻ VS അച്യുതാനന്ദനാണ്. അന്ന് VS പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് അത് നടപ്പാക്കിയ ആൾ. ആ കോട്ടയത്തെ ആ SNDP ശാഖ തിരഞ്ഞെടുപ്പിൽ CPM പ്രത്യക്ഷമായി തന്നെ ഇടപെട്ട് പാർട്ടി അനുഭാവികളായിട്ടുള്ളവരെ എല്ലാവരെയും, അന്ന് SNDPയുടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ ഈ ഈഴവരെല്ലാവരും പോകാറില്ല, കുറച്ച് പേരെ പോവുള്ളൂ. പരമാവധി ആളുകളെ എത്തിച്ച് അവിടെ തിരഞ്ഞെടുപ്പിലൂടെ ആ ശാഖ നേതൃത്വം പിടിച്ചെടുത്തു. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് DYFIയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് എല്ലാ കാലത്തും ഉള്ള ഒരു പ്രശ്നമായിരുന്നു. SNDP എപ്പോഴും CPM-നെതിരെ ആയിട്ട് നിൽക്കുന്ന ഒരു നിലപാട്, അതവർക്ക് തലവേദന ഉണ്ടാക്കിയാണ്. അതിനു മുമ്പൊരു ശ്രമം നടത്തി. ആ ശ്രമം എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ SNDPയിലേക്ക് പ്രവർത്തിക്കാൻ വിട്ടു, എന്നിട്ട് അതിനെ സ്വാധീനിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവർ പോയി SRP എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോയിട്ട് ഈഴവരുടെ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കി. കരുണാകരനാണ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അന്നത്തെ MK രാഘവൻ എന്ന് പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി, ആശീർവാദത്തോടുകൂടി ഇവരാണ്, CPM-മാരാണ് SRP എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത്. CPM-ൽ നിന്ന്
അവരെ ചാരന്മാരായിട്ടോ എന്താ അതിനെ സ്വാധീനിക്കാൻ വിട്ടവർ ആ പാർട്ടി ഉണ്ടാക്കിയിട്ട് CPM-നെതിരായിട്ട് UDF മന്ത്രിസഭയിൽ SRP എന്ന് പറഞ്ഞ പാർട്ടി ഉൾപ്പെട്ടു 82 ഇലക്ഷനിൽ. അതിനുശേഷം ഒരു രക്ഷയില്ലാതിരുന്ന കാലഘട്ടത്തിൽ CPM അധികാരത്തിൽ വന്നപ്പോൾ അധികാര സ്വാധീനവും കൂടി ഉപയോഗിച്ചിട്ടാണ് SNDP നേതൃത്വം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ട് പിന്നീട് കുറേ കാലം അതിനുള്ള ശ്രമം നടത്തിയ അവസാനമാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കിയത്. അത് VS അച്യുതാനന്ദൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പാർട്ടി മെഷീനറിയെ വെള്ളാപ്പള്ളി SNDPയിലെ വെള്ളാപ്പള്ളി വിഭാഗത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടാണ് ആ സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ അത് SNDPയുടെ നേതൃത്വം പിടിച്ചെടുത്തു എന്നാണ്. പക്ഷെ വെള്ളാപ്പള്ളി അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അല്ല, അതിപ്പം ഏതെങ്കിലും സംഘടനയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ? ഉണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ ഗാന്ധിയന്മാരുണ്ടോ? ഇല്ല. അത് ലോകത്തിൻ്റെ സ്ഥിതി അതാണ്. SNDPയിലും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞതല്ലല്ലോ അവിടെ നടപ്പാക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഭീഷണി SNDP നേതൃത്വം എല്ലാ കാലത്തും CPM-ന് നേരെ ഉയർത്തിയിരുന്നു. വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറി ആക്കിയപ്പോൾ പിന്നെ വരുതിക്ക് നിർത്താം എന്ന് കരുതിയത് തെറ്റിപ്പോയി. വെള്ളാപ്പള്ളി ആ വരുതിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിനെതിരായിട്ട് നീങ്ങി. അതിനുശേഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ SNDP നേതൃത്വത്തിനെതിരായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ SNDP നേതൃത്വം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ആ SNDP നേതൃത്വവും പ്രവർത്തകരും ഒക്കെ CPM-നെതിരെ തിരിഞ്ഞിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് SNDP ഔദ്യോഗികമായിട്ട് തന്നെ CPM-നെതിരെ പ്രതിഷേധ ദിനം ആചരിച്ചു. മനസ്സിലായോ? പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ടാണ് SNDPക്കാർ അന്ന് പ്രകടനം നടത്തിയത്. ആ പ്രകടനത്തിലൊക്കെ വിളിച്ച ഈ പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ട് ഈ അല്ല, പക്ഷെ ആ കാലങ്ങളിലൊക്കെ ഈഴവരായിട്ടുള്ള SNDPക്കാരൊക്കെ വോട്ട് ചെയ്തിരുന്നത് സ്വാഭാവികമായിട്ട് CPM-ന് തന്നെ ആയിരിക്കില്ലേ? അത് മാറി. അല്ല, അന്ന് തന്നെ മാറി. അതായത് 91 ശേഷം ഉള്ള മുസ്ലിം പ്രീണനം തുടങ്ങിയപ്പോൾ മുതൽ ഈ SNDPക്കാർ, അതായത് CPM-ൻ്റെ കോട്ടയായിരുന്ന പല സ്ഥലത്തും SNDPയുടെ സ്വാധീനത്തിൽ ഈഴവർ RSSൽ ചേരാൻ തുടങ്ങിയ കാലമാണത്. അന്ന് തന്നെ ഈ 88 ശേഷം അങ്ങനെ ആണ് ഈ പല സ്ഥലത്തും CPM-ൻ്റെ അടിത്തറ ഇളകിയത്. അത് മനസ്സിലാക്കിയിട്ടാണ് EMS മുസ്ലിം പ്രീണന കാർഡ് എടുത്ത് പുറത്തിട്ടത്. സദ്ദാം ഹുസൈനെ അനുകൂലിച്ച് വളരെ അന്ന് നടന്ന ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ 14-ൽ 13 ജില്ലകളും LDFന് കിട്ടി. അതിലെ അമിതമായ ആത്മവിശ്വാസം കാരണം ഇനി പാട്ടും പാടി LDF ജയിക്കും. മുസ്ലിം ലീഗിന് UDF വിടേണ്ടി വന്നു. LDF ചേർക്കില്ല. അങ്ങനെ പാർട്ടി കോൺഗ്രസ് തീരുമാനം എടുത്തുപോയി. ഇനി അത് പാർട്ടി കോൺഗ്രസ് കൂടി നയം തിരുത്തണം. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ എടുക്കാൻ പറ്റില്ല, കേരള കോൺഗ്രസിനെ എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് PJ ജോസഫ് UDF വിട്ട് വന്നിട്ട് LDF ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വന്നാൽ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് വിവാദമൊക്കെ ഉണ്ടായത്. അപ്പോൾ കാരണം അത് തങ്ങളുടെ മതേതരത്വ നിലപാടിനെ ദോഷമാവും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അതിന് അണ്ടർഗ്രൗണ്ടിൽ അവരെ കൂടെ കൂട്ടാനുള്ള എല്ലാ പണിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സദ്ദാം ഹുസൈൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പം ബാബറി മസ്ജിദ് പൊളിക്കുന്ന പ്രശ്നം വന്നു. ആ സമയത്തും കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴാണല്ലോ ബാബറി മസ്ജിദ് പൊളിക്കുന്നത്. കോൺഗ്രസ് മന്ത്രിമാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയും പിന്നെ നരസിംഹറാവു പ്രധാനമന്ത്രിയെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ്സുകാരെല്ലാം മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ആ സംഭവം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഈ
വ്യാപകമായിട്ട് മുസ്ലിങ്ങൾ കോൺഗ്രസ്സിനെ തള്ളിപ്പറഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു പ്രചരണം വന്നു. അതിനെ മുതലെടുത്ത് ഈ CPM മുസ്ലിം അനുഭാവികളെ CPMലേക്ക് കൊണ്ടുവരാനുള്ള വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ പല സ്ഥലത്തും പാർട്ടിക്ക് കടന്നു കയറാൻ പറ്റാതിരുന്ന പല സ്ഥലത്തും മുസ്ലിങ്ങൾ CPMലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ വലിയ തോതിൽ തന്നെ വന്നു. അങ്ങനെയാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിൽ നിന്ന് പോന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഉണ്ടാക്കി LDFൻ്റെ കൂടെ കൂടി അവർ 10-20 കൊല്ലം തിണ്ണ നിരങ്ങിയിട്ടാണ് അതിനകത്ത് കയറി ഇപ്പോൾ ഒരു പേരിന് ഒരു മന്ത്രിസ്ഥാനമൊക്കെ ഒപ്പിച്ചിരുന്നത്. അപ്പോൾ അത്രയും ഗതികേടിലായിരുന്നു അവർ. കാരണം CPMന് ആവശ്യം അതല്ല, CPMലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരിക എന്നാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ മുസ്ലിങ്ങളെ എടുക്കലല്ല. പക്ഷേ നമ്മുടെ പിണറായി വിജയന് താല്പര്യമുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗിനെ അടർത്തിയെടുക്കുക എന്നത്. അത് കുഞ്ഞാലിക്കുട്ടി എപ്പോഴും അതിന് ശ്രമിച്ചിട്ടുണ്ട്. തടസ്സം മുസ്ലിം ലീഗിനകത്തെ CPM വിരുദ്ധരായിട്ടുള്ള ശക്തരായ നേതാക്കൾ തടസ്സം സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ കാര്യം, CPIയും VS അച്യുതാനന്ദനും ശക്തമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും വിഭാഗത്തെ ഈ CPMനോട് കൂടാൻ വന്ന് പിന്നാമ്പുറത്ത് നിരങ്ങി നടന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് INLനെ വരെ LDFലേക്ക് പ്രവേശിപ്പിക്കാതിരുന്നത് ഈ CPIയും VS അച്യുതാനന്ദനും ശക്തമായിട്ട് ഇതിനകത്ത് നിന്ന് അതിനെ എതിർത്തത് കൊണ്ടാണ്. ഇവരുടെ രണ്ടുപേരുടെയും ശക്തി ക്ഷയിച്ചെങ്കിലും ഇപ്പോഴും അത് നടപ്പാക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ അതിശക്തമായ വികാരം LDFനെതിരായിട്ട് ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് CPMൻ്റെ കൂടെ കൂടുക എന്ന് പറയുന്നത് ഒരു ആത്മഹത്യാപരമായിരിക്കുമെന്ന് മുസ്ലിം ലീഗിൻ്റെ ഈ പിണറായിയോട് അടുപ്പമുള്ളവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ വിട്ടുപോകാത്തത്. അപ്പോൾ ഈ എതിർത്ത് നിൽക്കുന്നവരൊക്കെ BJPയിലേക്കാണ് പോകുന്നത്, പ്രത്യേകിച്ചും ഈഴവരായിട്ടുള്ളവർ, SNDPക്കാർ. അല്ല, ഇപ്പോൾ CPM വിരോധം വരാൻ കാരണം CPMൻ്റെ ജനവിരുദ്ധവും മാനുഷിക വിരുദ്ധവുമായ നടപടികൾ കൊണ്ടാണ്. അത് കോൺഗ്രസ്സുകാർ അത് പക്ഷേ CPMകാർ തന്നെ അവകാശപ്പെടുന്നത് ഞങ്ങളൊരു നവോത്ഥാന പാർട്ടിയാണ്. ആണ്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നവോത്ഥാനം തന്നെ ഉണ്ടാക്കിയത് ഞങ്ങളാണെന്ന് അവർ ചില സമയത്തൊക്കെ പറയുന്നുണ്ട് അവരുടെ. ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുള്ളതാണ്, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഹിന്ദുക്കളെ അമ്പലത്തിൽ കയറ്റിയത്. മുമ്പ് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പറ്റുക. അത് കമ്മ്യൂണിസ്റ്റുകാർ എന്തൊക്കെയോ ചെയ്തിട്ടാണ് അത്. നമ്മൾ നോക്കണം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതിരുന്ന ഈ രാജ്യത്തെ വലിയ പ്രദേശത്തെ ഏതെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കൾ കയറാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ആരെങ്കിലും പോയി സത്യാഗ്രഹം കീഴ്ജാതിക്കാരെ കയറ്റിയത്? ഓരോ സ്റ്റേറ്റിലെടുത്ത് നോക്കുക, അത് ആ കാലഘട്ടത്തിലെ ഹിന്ദു നവോത്ഥാനമാണ്. കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ ഉയർന്നു വന്നിട്ടാണ് അവരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് വന്നവരിൽ ചിലർ AKGയും കൃഷ്ണപിള്ളയും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു. അതാണ് നടന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്ന് അവിടെ ഒന്നും ചെയ്തിട്ടല്ല. അതിൻ്റെ നേതാക്കളിൽ വലിയ വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിൽക്കുമ്പോൾ ഈ ചില ആളുകൾ അതിൻ്റെ അപ്പോൾ അവരെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തോ ചെയ്തെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത്. ഒന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു സ്വാധീനവും ഇല്ല. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഈ നവോത്ഥാന ചിന്തയൊക്കെ പേറുന്നവർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തോട് അവർക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ AKG ആയിക്കോട്ടെ, EMS ആയിക്കോട്ടെ, ഇവർക്കൊക്കെ നവോത്ഥാന മനസ്സുണ്ടെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് അവർക്കൊരു താല്പര്യം തോന്നും. അല്ല, AKGയെയും EMSനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട്
രീതിയാണ്. ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്തെ ജനകീയ സമരങ്ങളിൽ കൂടെയൊക്കെ നിന്ന ആളുകൾക്കിടയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ബോധമുണ്ട് എന്നുള്ളതായിരുന്നു. അല്ല, ജനകീയ സമരം എന്നല്ല, അത് അസഹിഷ്ണുതാ സമരമാണ്. ജനകീയത എന്ന് അവർ അവകാശപ്പെട്ടതാണ്. അതായത് പണമുള്ളവനോട്, സമ്പത്തുള്ളവനോട്, കഴിവുള്ളവനോട്, മിടുക്കന്മാരോട്, അതല്ലാത്തവർക്ക് തോന്നുന്ന സ്വാഭാവികമായ ഒരു അസൂയയും കുശുമ്പൊക്കെ ഉണ്ട്. അവർക്ക് സാധിക്കാത്ത കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ അവരോടൊരു എതിർക്കാനുള്ളൊരു ഭാവം, അവരിൽ നിന്ന് അതിനെ തട്ടിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അതൊരു സൈക്കോളജിയാണ്. അത് ലോകം മുഴുവനുള്ളതാണ്. എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. എല്ലാവർക്കും ഏറിയും കുറഞ്ഞും ഒക്കെ ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വികാരത്തെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിൽ മുതലെടുത്തത്. എന്താ പറയുക, മുതലാളി സമ്പത്തുള്ളവൻ, നമ്മൾ തൊഴിലാളി പാവപ്പെട്ടവൻ. അപ്പോൾ മുതലാളി നമ്മുടെ സമ്പത്തെല്ലാം തട്ടിയെടുക്കുകയാണ്. അതുകൊണ്ട് മുതലാളിയെ ഇല്ലാതാക്കണം, മുതലാളിത്തം തുലയട്ടെ എന്ന് പറയുമ്പോൾ ആ കുശുമ്പിനെയാണ് അവിടെ മുതലെടുക്കുന്നത്. മനുഷ്യ മനസ്സിലെ ആ ഒരു മൃദുലമായ ഒരു വികാരമുണ്ട്, അതിനെയാണ് ഇവർ മുതലാളിത്തം തകരട്ടെ എന്ന മുദ്രാവാക്യത്തിലൂടെ മുതലെടുത്തത്. മനസ്സിലായോ? പക്ഷെ പൈശാചികരായിട്ടുള്ള മുതലാളിമാരും ഉണ്ടാവുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. പൈശാചികരായ മുതലാളിമാരുണ്ട്, പൈശാചികരായ തൊഴിലാളികളുണ്ട്. മുതലാളി വന്നിട്ട് ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ? ഉണ്ടോ? തൊഴിലാളികളാണ് പോയി ഉപദ്രവിക്കുന്നത് തൊഴിലാളികളെ, അല്ലേ? അത് മുതലാളിക്ക് വേണ്ടിയോ മുതലാളി പറഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ അത് ചെയ്യുന്ന ആരാ? തൊഴിലാളികൾ തന്നെയാണ്. അപ്പം മുതലാളിത്തമാണോ തൊഴിലാളിത്തമാണോ അവിടെ അത് പ്രസക്തമല്ല. മനുഷ്യനിലെ പൈശാചികത്വമാണ് അതിൻ്റെ കാരണം. അത് മുതലാളിയാണെങ്കിലും കൊള്ളാം, തൊഴിലാളിയാണെങ്കിലും കൊള്ളാം, ഏത് ജാതിയാണെങ്കിലും കൊള്ളാം, മതമാണെങ്കിലും കൊള്ളാം. അതത്രേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ മുതലാളിമാരെല്ലാം ക്രൂരന്മാർ, തൊഴിലാളികളെല്ലാം വിശുദ്ധന്മാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 10 വർഷം കൊണ്ട് BJPയുടെ വോട്ട് വിഹിതം കേരളത്തിൽ വലിയ രീതിയിൽ വളർന്നിരിക്കുകയാണെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. അത് ഇവരെ വല്ലാത്ത രീതിയിൽ ബേജാറിൽ പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ദ്രുതഗതിയിൽ വിമർശനങ്ങളും തിരുത്തലുകളും പിണറായിയെ പറ്റിയിട്ടുള്ള ഇതൊക്കെ വരുന്നത്. അല്ല, ഇത് ഈ 10 കൊല്ലമായിട്ട് ഇവർക്ക് മനസ്സിലായുള്ളൂ. CPMൽ നിന്ന് ഹിന്ദു വികാരമുള്ളവർ വിട്ടുപോകാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമൊന്നും അല്ലല്ലോ. അതിപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. അല്ല, നേരത്തെ തന്നെ മനസ്സിലാക്കി. ഇവർ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം പ്രീണനം ഇനി കൂടുതൽ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഉള്ള ഹിന്ദുക്കൾ കൂടി BJPയിലേക്ക് അട്രാക്റ്റഡ് ആകുമെന്ന് മാത്രമേ ചെയ്യൂ. അതിനിപ്പോൾ അവർ മുസ്ലിം പ്രീണനം നടത്തിയില്ലെങ്കിലും പോകും. മുസ്ലിം പ്രീണനം നടത്തിയാൽ അവരെങ്കിലും കിട്ടുമായിരിക്കും. അതും കൂടി ഇപ്പോൾ പോയി. മനസ്സിലായോ? ഈ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ മുസ്ലിങ്ങൾ ആരും LDFന് അനുകൂലമായിട്ട് നിന്നില്ല. വളരെ ചുരുക്കം പേരാണ് നിന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ മാറും. നിയമസഭയിലേക്ക് മാറാം, അതിന് സാധ്യതയുണ്ട്. പക്ഷെ CPMൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക്, ഈഴവര എന്നുള്ള ഒരു വോട്ട് ബാങ്ക്, അതാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഇപ്പം അടിത്തറ തകർന്നു. ഇനി മേൽക്കൂര എങ്ങനെ കെട്ടിയുണ്ടാക്കിയാൽ ഏത് നിമിഷവും അത് തകർന്നു വീഴും. ആറ്റിങ്ങൽ, ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് പരമ്പരാഗത വോട്ടുകൾ ചോർന്നിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നു. ആറ്റിങ്ങൽ, ആലപ്പുഴ ഭാഗത്ത് ഈഴവരുടെ രാഷ്ട്രീയ മേൽക്കൈ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലും അത് തന്നെ സ്ഥിതി. ഈഴവർക്ക് സ്വാധീനമുള്ള മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം വോട്ട് ചോർന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ ചോർന്നില്ലേ? തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ വോട്ടുകളാണ്, ഞങ്ങളെ വോട്ടുകൾ ചോർന്നിട്ടില്ല എന്നാ പറയുന്നത്. അയ്യോ, അത് മണ്ടത്തരം പറയുന്നതാണ് അവർ. കോൺഗ്രസിന്റെ വോട്ടുകൾ ഈ നാട്ടിക സ്ഥലത്തൊക്കെ, നാട്ടികയിലൊക്കെ VS സുനിൽകുമാറിന്റെ വലിയ മണ്ഡലമായിരുന്നു. അതെ, അവിടെയൊക്കെ സുരേഷ് ഗോപിയാണ്. ഈ BJPയുടെ വോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് വന്ന വോട്ടാണെന്ന് വിചാരിക്കരുത്. തൃശ്ശൂർ ഭാഗത്തുള്ള പരമ്പരാഗത മുസ്ലിം വോട്ടുകളെല്ലാം കോൺഗ്രസിനാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. ആ വോട്ട് ഇത്തവണ സുനിൽകുമാറിന് പോയി. കോൺഗ്രസിൻ്റെ മുസ്ലിം വോട്ട് നേരെ
LDFിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ കുറവ് കോൺഗ്രസ്സിനുണ്ടായി. പിന്നെ കോൺഗ്രസ്സിൻ്റെ സ്ഥിരം വോട്ടായ ക്രിസ്ത്യാനികളുടെ വോട്ട് BJPയിലേക്കും വന്നു. ഹിന്ദു വോട്ടുകൾ CPMൽ നിന്ന് ചോർന്ന് BJPയിലേക്ക് വന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അല്ലാതെ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ ഓടി വന്നിട്ട് BJPക്ക് വോട്ട് ചെയ്തിട്ടല്ല. CPM ശരിക്കും ഇനി എന്തിലാണ് കരുതലെടുക്കേണ്ടത്? ഈ സാമുദായിക വോട്ടുകൾ ചോരാതിരിക്കാനാണോ? എന്തിലാണ് കരുതലെടുക്കേണ്ടത്? അതിപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു സാധനം സംരക്ഷിക്കാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? CPMൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുക. ഏതൊരു ഉൽപ്പന്നവും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ആ ഉപയോഗമാണ് ഇപ്പോൾ CPMൻ്റെ അവസ്ഥ. അതിപ്പോൾ ഉടനെ തന്നെ പ്രവർത്തനരഹിതമായി പോവും. അതിനെ ആര് എന്തൊക്കെ തിരുത്തിയാലും അതിൻ്റെ തുടക്കം ഇപ്പം വന്നു കഴിഞ്ഞു. കണ്ണൂരിലടക്കം അതിൻ്റെ ബോംബുകളൊക്കെ ഇങ്ങനെ പൊട്ടുകയാണ് എല്ലായിടത്തും. അതായത് ഈ 2002 ശേഷം തകർന്നു പോകേണ്ട ഒരു പാർട്ടിയായിരുന്നു CPM. ആ CPMനെ പിടിച്ചു നിർത്തിയത് പിണറായി വിജയൻ്റെ സംഘാടക മികവ് കൊണ്ടാണ്. അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അതിന് അദ്ദേഹത്തിന് ആ ഒരു കഴിവുണ്ട്. പക്ഷേ ഇന്ന് എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ ഒറ്റൊരാൾ കാരണമാണ് ഇപ്പോൾ പാർട്ടി തകരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിന്നത് ആര് കാരണമായിരുന്നു? അല്ല, അന്ന് മറ്റ് നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. VS ഉണ്ടായിരുന്നു. VS എന്ത് ചെയ്തു? VS ചെയ്തത് പാർട്ടി വിരുദ്ധരായിട്ടുള്ള ആളുകളെ അയാളുടെ കൂടെ നിർത്തി. പാർട്ടിക്കാരും VSൻ്റെ കൂടെ നിന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടിക്കാരാണോ VSൻ്റെ കൂടെ നിന്നത്? VSൻ്റെ കൂടെ കുറേ പാർട്ടിക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കറക്റ്റ് ടൈമിൽ VSനെ പാലം വലിച്ച് പിണറായിയുടെ കൂടെ പോയി. പാർട്ടിക്കാരുടെ പിന്തുണ അല്ല VS ഉണ്ടാക്കിയത്, പാർട്ടി വിരുദ്ധരുടെ പിന്തുണയാണ്. ഈ 2006 ഇലക്ഷനിൽ VSൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് അത്രയും വോട്ട് കിട്ടിയത് പാർട്ടി വിരുദ്ധർ VS ഇപ്പോൾ എന്തൊക്കെയോ കാണിക്കുമെന്ന് കരുതി വോട്ട് ചെയ്തതുകൊണ്ടാണ്. 2011 ഇലക്ഷനിൽ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ നയം CPM എടുത്തതുകൊണ്ടാണ്. 2011 ഹിന്ദു വോട്ടുകളെ കൺസോൾട്രേറ്റ് ചെയ്തിട്ടാണ് കട്ടയ്ക്ക് നിന്നത്. 2011 VSൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് വന്നതുകൊണ്ടാണ്. അതായത് കുഞ്ഞാലിക്കുട്ടിയൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റേ സ്ത്രീപീഡന കേസൊക്കെ വന്നപ്പോൾ അതിനെ VS എടുത്ത് നല്ലോണം ഉപയോഗിച്ച് ഒരു മുസ്ലിം വിരുദ്ധ പ്രതിച്ഛായ സൃഷ്ടിച്ചിട്ട് ഹിന്ദുക്കളുടെ വോട്ട് കൂടുതലായി നേടിയിട്ടാണ് 2011 കട്ടയ്ക്ക് നിന്ന് വെറും 2 സീറ്റ് കൂടുതൽ ആയിട്ട് വന്നത്. എന്തായാലും CPMലെ പൊട്ടിത്തെറികൾ എവിടെയൊക്കെ എത്തി നിൽക്കും നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ നോക്കിയിരുന്ന് കാണാം. തീർച്ചയായിട്ടും കാണാം. അത് പൊട്ടിത്തെറിക്കാനൊന്നും ഇല്ല, ഇനി പൊട്ടാനുള്ള ശക്തിയൊന്നും പോലും ഇല്ല അതിന്. അത് ഒഴുകി അങ്ങ് പോവുകയുള്ളൂ, ഒലിച്ചു പോവുകയുള്ളൂ, അത്രേ ഉള്ളൂ.